ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ തിങ്കളാഴ്ച ഒപ്പിടും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് ഫോറം യോഗത്തിനു ശേഷമായിരിക്കും കരാറിൽ ഒപ്പുവെക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $500 കോടി ഇരട്ടിയാക്കുകയാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ അടുത്ത 15 വർഷത്തിനുള്ളിൽ $2,000 കോടി നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കരാർ പ്രാബല്യത്തിൽ വരുന്ന ആദ്യ ദിവസം തന്നെ ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും തീരുവരഹിതമായിരിക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നിലവിൽ ശരാശരി 2.2% തീരുവയാണ് ന്യൂസിലൻഡ് ചുമത്തുന്നത്. തുണിത്തരങ്ങൾ, സെറാമിക്സ്, ഓട്ടോമൊബൈൽ അടക്കം 450 ഇനങ്ങൾക്ക് ഏകദേശം 10% വരെ തീരുവ ഈടാക്കുന്നുണ്ട്. പകരം ന്യൂസിലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന 70.03% ഇനങ്ങൾക്കും തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇന്ത്യയിലെ കർഷകരുടെയും വ്യവസായികളുടെയും താൽപര്യം സംരക്ഷിക്കുന്നതിനായി ക്ഷീര ഉൽപ്പന്നങ്ങൾ, സവാള, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണ, റബ്ബർ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ ഇളവ് നൽകിയിട്ടില്ല. കരാർ പ്രാബല്യത്തിലാകുന്ന ആദ്യ ദിവസം തന്നെ ന്യൂസിലൻഡിൽ നിന്നുള്ള 30% ഉൽപ്പന്നങ്ങൾക്കും തീരുവ പൂർണ്ണമായും ഒഴിവാകും. മരത്തടി, കമ്പളി, ചെമ്മരിയാടിന്റെ മാംസം, ലെതർ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. ന്യൂസിലൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന ശരാശരി തീരുവ 16.2% ഘട്ടം ഘട്ടമായി 9.06% ആകും. ഇന്ത്യക്കുള്ള നേട്ടങ്ങൾ നോക്കാം. അടുത്ത 15 വർഷത്തിനിടയിൽ ന്യൂസിലൻഡിൽ നിന്ന് $2,000 കോടി നേരിട്ടുള്ള വിദേശ നിക്ഷേപം. IT, ബിസിനസ് മേഖലകളിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ കരാർ. വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാർക്കായി ഓരോ വർഷവും 5,000 തൊഴിൽ വിസകൾ ന്യൂസിലൻഡ് അനുവദിക്കും. ഈ വിസയിൽ 3 വർഷം വരെ അവിടെ താമസിച്ച് ജോലി ചെയ്യാനും സാധിക്കും. പ്രതിവർഷം 1,667 ഇന്ത്യക്കാർക്ക് 3 വർഷത്തെ താൽക്കാലിക തൊഴിൽ വിസകൾ. ന്യൂസിലൻഡിൽ ജീവനക്കാരെ കൂടുതൽ ആവശ്യമുള്ള 13 സ്കിൽഡ് മേഖലകളിലായിരിക്കും വിസകൾ നൽകുക. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിർമ്മാണ മേഖല തുടങ്ങിയവയാണ് ഇത്. ബാക്കി 500 യോഗ അധ്യാപകർ, സംഗീതജ്ഞർ, ഷെഫുമാർ, ആയുർവേദ പ്രാക്ടീഷണർമാർ തുടങ്ങിയവർക്കായിരിക്കും നൽകുക. ഏത് സമയത്തും ഇത്തരം വിസകളുടെ പരമാവധി എണ്ണം 5,000 ആയിരിക്കും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രതിവാരം 20 മുതൽ 25 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അവസരവും ഉണ്ടാവും. ന്യൂസിലൻഡിൽ ബിരുദം പൂർത്തിയായവർക്ക് 2 വർഷവും PhD ചെയ്തവർക്ക് 4 വർഷവും അവിടെ ജോലി ചെയ്യാം. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ബിരുദം ചെയ്തവർക്ക് 3 വർഷവും ലഭിക്കും. ന്യൂസിലൻഡിൽ ഹ്രസ്വകാലത്തേക്ക് വന്ന് ജോലി ചെയ്യാനായി ഇന്ത്യക്കാർക്ക് ഓരോ വർഷവും 1000 വർക്ക് ആൻഡ് ഹോളിഡേ വിസകൾ. കിവി, ആപ്പിൾ, തേൻ ഉൽപാദനത്തിൽ ഇന്ത്യൻ കർഷകർക്ക് വൈദഗ്ധ്യം നൽകുന്നതിനായി ന്യൂസിലൻഡ് അഗ്രി ടെക്നോളജി ആക്ഷൻ പ്ലാനും നടപ്പാക്കും. ഇന്ത്യൻ മരുന്നുകൾക്ക് രാജ്യാന്തര ഏജൻസികൾ നൽകിയ ക്ലിയറൻസ് ന്യൂസിലൻഡ് അംഗീകരിക്കുമെന്നതിനാൽ അധിക പരിശോധനയും നൂലാമാലകളും ആവശ്യമായി വരില്ല. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ന്യൂസിലൻഡിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാകും. തിരിച്ച് ന്യൂസിലൻഡിൽ നിന്നുള്ള 95% ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ നികുതി ഇളവ് നൽകും. കമ്പിളി, കൽക്കരി, തടി, വൈൻ, ബ്ലൂബെറി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കർഷകരുടെയും ആഭ്യന്തര വ്യവസായികളുടെയും താൽപര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ക്ഷീര ഉൽപ്പന്നങ്ങളായ പാൽ, തൈര്, ചീസ് തുടങ്ങിയവയ്ക്കും സവാള, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ, പാചക എണ്ണ, റബ്ബർ എന്നിവയ്ക്കും നികുതി ഇളവ് നൽകില്ല. ഈ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിലൂടെ ആഭ്യന്തര വിപണിയിലെ തിരിച്ചടി ഒഴിവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള വ്യാപാരം $130 കോടി ആണ്. സേവന മേഖല കൂടി ഉൾപ്പെടുത്തിയാൽ ഇത് $240 കോടി വരും. പുതിയ കരാർ ഒപ്പിടുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.